മാക്സിനെയും ഡ്യൂക്കിനെയും കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ കേറ്റിന്റെ പട്ടിക്കുട്ടന്മാര്. സാധാരണ പട്ടികൾക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരിക്കും. എന്നാൽ മാക്സിനെയും ഡ്യൂക്കിനെയും അപേക്ഷിച്ച് ഈ കുഞ്ഞുങ്ങളെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു കുഞ്ഞ് ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രയോറിറ്റി പോകും എന്നാണ് ഇവന്മാര് കരുതുന്നത്. അങ്ങനെ ഇരിക്കെ കേറ്റ് ചക്ക എന്നൊരാളെ കണ്ടുമുട്ടി. അവർ തമ്മിൽ കല്യാണം കഴിച്ചു. ഇപ്പോഴേ അവർക്കും ഒരു കുഞ്ഞുണ്ടായി. ഇത്രയും നാള് വെറുത്തിരുന്ന ഒരു സാധനം സ്വന്തം വീട്ടിൽ വന്നപ്പോൾ മാക്സിനും ഡ്യൂക്കിനും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് മാക്സിന്. ലിയാം എന്ന് പേരുള്ള ആ കൊച്ചു കുഞ്ഞ് അവന്റെ വീട്ടില് അവനൊരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല എന്നാണ് മാക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ലിയാം മാക്സിനെ കെട്ടിപ്പിടിച്ച് നീ എന്റെ ഓമന പട്ടിക്കുട്ടിയാണെന്ന് പറഞ്ഞതോടുകൂടി ദേ ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയി. നമ്മുടെ മാക്സ് തന്നെയാണ് ഇപ്പോ ലിയാമിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത്. വെറും ഗാർഡിയൻ അല്ല, ലിയാം എന്ത് തരം കുസൃതി ഒപ്പിക്കാൻ പോയാലും നമ്മുടെ മാക്സ് അവനെ തടഞ്ഞു നിർത്തി അവനെ മാക്സിമം അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. എപ്പോഴും മാക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലിയാം അവൻ എന്റെ കുഞ്ഞാണ്, അവന് ഒരാപത്തും കൂടാതെ എപ്പോഴും ഞാൻ നോക്കും എന്നുള്ളത്. പക്ഷേ ഇവന്റെ ഈ ഒരു ഓവർ പ്രൊട്ടക്ഷൻ വലിയ രീതിയിൽ പ്രശ്നമായി മാറുന്നുണ്ട്. പിന്നീട് നമ്മുടെ പണ്ടത്തെ താരങ്ങളായിട്ടുള്ള കുറച്ചു പേരെ കൂടി നമുക്കൊന്ന് റീവൈൻഡ് ചെയ്തെടുത്താലോ. ക്ലോയി നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ മടിച്ചി പൂച്ച. പിന്നെ ഇതേ സ്നോബോൾ എന്ന ആ മുയൽക്കുട്ടൻ. ഇപ്പോൾ സ്നോബോളും മോളിയും കൂടെ കളിക്കാറുള്ളത് സൂപ്പർ ഹീറോ ഗെയിംസ് ആയതുകൊണ്ട് തന്നെ സ്നോബോള് കുറച്ചു നാളായിട്ട് ക്യാപ്റ്റൻ സ്നോബോൾ എന്നാണ് അറിയപ്പെടുന്നത്. മോളി അവനോട് കളിച്ചൊക്കെ കഴിഞ്ഞാൽ സ്കൂളിലോട്ട് പോകും. പിന്നീട് അവന്റെ അതോറിറ്റിയാണ് ഇവിടെ. അവൻ ചുമ്മാ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും, ഈ ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ അതൊക്കെ ഞാൻ തടഞ്ഞു നിർത്തുമെന്ന്. ഇത് കാണുന്ന മാക്സ് ആണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് എലിക്കുഞ്ഞിന്റെ ധൈര്യമുള്ളൂ. പക്ഷെ പുറത്തോട്ട് കണ്ടില്ല എന്താ കഥ. അങ്ങനെ ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡ്യൂക്ക് വന്നിട്ട് ലിയാം വെളിയിൽ പോയല്ലോ എന്ന് പറയാണ്. മാക്സ് ആകെ പരിഭ്രാന്തിയിലായി. അയ്യോ കുഞ്ഞ് എവിടെ പോയി എന്ന് ചോദിച്ച് അവൻ പുറത്തുള്ള പട്ടികളെ വിവരം അറിയിച്ചു. അങ്ങനെ അന്നേരം വെളിയിലുണ്ടായിരുന്ന ഹെർമൻ എന്ന ഗിനിയ പിഗ് ആവട്ടെ നിന്റെ ലിയാം ദേ അവന്റെ അച്ഛനോടൊപ്പം വെളിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴാണ് മാക്സിന് ഒരു സമാധാനാവുന്നത്. ഇതേ സമയത്ത് കേറ്റ് ആണെങ്കിൽ മാക്സിനെ കൊണ്ടൊരിടത്ത് പോവാണ്. മറ്റെവിടേക്കുമല്ല, വെറ്റിനറി ഡോക്ടറെ കാണാനായിട്ട്. ഈ ഇടയായി ലിയാമിനെ നോക്കി നമ്മുടെ മാക്സിന്റെ വൃത്തി തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവന് ചൊറിച്ചിൽ വന്നേക്കുവാണ്. അപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മാക്സിനാണെങ്കിൽ ഇഞ്ചക്ഷൻ ഒടുക്കത്ത പേടി. അവിടെയുള്ള മറ്റു മൃഗങ്ങളാണെങ്കിലും മാക്സിനെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ പേടിച്ച പോലൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ കേട്ടോ. അവന് ഒരു ഡോഗ് കോൺ തൽക്കാലത്തേക്ക് അലർജിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു കോൺ ഇട്ട കാരണം അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീബോൾ വെച്ച് കളിക്കാൻ വരെ നമ്മുടെ മാക്സിനെ കൊണ്ട് പറ്റുന്നില്ല. തിരികെ എത്തിയപ്പോഴാണ് ഡ്യൂക്ക് പറയുന്നത്, എടാ മാക്സേ നമ്മളെല്ലാവരും കൂടെ ട്രിപ്പ് പോകാൻ തുടങ്ങുവാണെന്ന്. ഇത് കേട്ടതും മാക്സ് അവന്റെ ബീബോൾ എടുത്തോണ്ട് ക്ലോയുടെ അടുത്ത് പോയി ഇത് നീ സംരക്ഷിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ക്ലോയി മൈൻഡ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ഗിഡ്ജറ്റിന്റെ അടുത്തോട്ട് പോയി. ഗിഡ്ജറ്റിനാണെങ്കിൽ മാക്സിന്റെ മേലൊരു കണ്ണുണ്ട്. മാക്സ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ ഈ ബീബോൾ സംരക്ഷിക്കാമോ എന്ന്. എന്റെ മാക്സ് എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കോ, നമ്മുടെ കുഞ്ഞിനെ പോലെ ഞാനിത് സംരക്ഷിക്കും എന്ന് മാക്സിന് അവള് വാക്കുകൊടുക്കാണ്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് മാക്സും ഡ്യൂക്കും കേറ്റും ചക്കും ലിയാമും കൂടിയിട്ട് ദേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാറിൽ പോകുന്നത് ഇവന്മാർക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ അവര് യാത്ര ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗിഡ്ജറ്റിനെ നോക്കുവാണെങ്കിൽ മാക്സിനെ ഓർത്ത് അവൾ ഈ ബീബോൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഇവരുടെ കുഞ്ഞായിട്ടുള്ള ബീബോള് അതൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് വേണ്ടടാ തെറിച്ച് തൊട്ട് അപ്പുറത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ പോയി വീണു. അതിനകത്താണെങ്കിൽ ആയിരക്കണക്കിന് പൂച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാറ്റ് ലേഡിയുടെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. ഇതിനകത്ത് നിന്ന് ബീബോൾ തിരിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം ഗിഡ്ജറ്റിന് മനസ്സിലായി. ഈ സമയം നമ്മുടെ സ്നോബോൾ ആവട്ടെ അവന്റെ വീരകഥകളെ പറ്റി ക്ലോയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞു ഷിറ്റ്സു പപ്പിക്കുട്ടി വന്നു. അവളുടെ പേര് ഡെയ്സി എന്നാണ്. നിങ്ങളാണോ ഈ ക്യാപ്റ്റൻ സ്നോബോൾ? എനിക്കൊരു സഹായം വേണ്ടിയിരുന്നു, എന്നെ സഹായിക്കാമോ എന്ന് ഡെയ്സി ചോദിക്കാണ്. വൈ നോട്ട്, അതിനല്ലേ ഞാനിവിടെ ഉള്ളത്, എന്താ മുത്തേ നിനക്ക് വേണ്ടത് എന്ന് സ്നോബോൾ ചോദിക്കാണ്. ഞാൻ ഈ ഇടയായിട്ടാണ് ഈ ടൗണിലോട്ട് വന്നത്. ഞാൻ വന്നത് ഒരു പ്ലെയിനിലായിരുന്നു. അങ്ങനെ പ്ലെയിനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച എന്ന് സ്നോബോൾ വലിയ ക്യൂരിയസ് ആയി ചോദിച്ചു. മറ്റൊന്നുമല്ല, ഈ പ്ലെയിനിലൊക്കെ ഞങ്ങൾ മൃഗങ്ങളെല്ലാവരും ഒരു സ്ഥലത്തായിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനകത്ത് ഒരു കുഞ്ഞു പുലിക്കുട്ടനെ ഞാൻ കണ്ടു. സർക്കസുകാരുടെ അവരാണെങ്കിൽ അവനെ ഒട്ടും സ്നേഹമില്ലാതെ വളർത്തുന്നേ, നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം എന്ന് ഡെയ്സി സ്നോബോളിനോട് പറയുമ്പോൾ പിന്നെ എന്തിനാ മുത്തേ ഞാൻ ജീവിച്ചിരിക്കുന്നേ എന്നും പറഞ്ഞ് സ്നോബോൾ ഡെയ്സിയെ കുട്ടി വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ നമ്മുടെ മാക്സും ഡ്യൂക്കും ഒക്കെ വന്നിരിക്കുന്നത് ചക്കിന്റെ അങ്കിളിന്റെ ഫാമിലോട്ടാണ്. സിറ്റിയിൽ നിന്ന് നേരെ വിട്ടുമാറിയിട്ടാണ് ഈ ഫാം ഉള്ളത്. അവിടെയാണെങ്കിൽ
കോഴിയുണ്ട്, പശുവുണ്ട്, താറാവുണ്ട്, ചെമ്മരിയാടുണ്ട്. അങ്ങനെ ഇന്നേ വരെ നമ്മുടെ മാക്സിന് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരുപാട് മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗിഡ്ജറ്റ് ആണെങ്കിൽ ക്ലോയിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരുപാട് പൂച്ചകളുള്ള ഒരു അപ്പാർട്ട്മെന്റില് മാക്സ് എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞ സാധനം ഞാൻ കളഞ്ഞിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ ക്ലോയി പാതിരാത്രിക്ക് നല്ല കിറുങ്ങി അടിച്ച് കിടക്കുമായിരുന്നു. ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ക്ലോയിയുടെ തലയ്ക്കകത്തോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. ഇവിടെ മാക്സ് ആണെങ്കിൽ ഫുൾ ടൈം ലിയാമിന് എന്തെങ്കിലും സംഭവിക്കോ എന്നും പറഞ്ഞ് അവന്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ ഡ്യൂക്ക് ആണെങ്കിൽ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യേ എന്ന് പറയുമ്പോഴാണ് അവിടെയുള്ള മറ്റൊരാളെ നമ്മുടെ മാക്സ് പരിചയപ്പെടുന്നത്. റൂസ്റ്റർ എന്ന അവിടുത്തെ ഗാർഡ് ഡോഗ്. നിങ്ങൾ എന്തിനാ ആ കൊച്ചിന്റെ പിറകെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ? അതിനെ നിങ്ങൾ എന്തിനാ ഈ പൂട്ടിയിട്ടേക്കുന്നേ? അതിനിങ്ങനെ എഴഞ്ഞു നടക്കാനൊക്കെ പറ്റുന്നല്ലേ? അതിനെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. മാക്സിന് അതൊക്കെ കേട്ടപ്പോഴേ പേടിയായി. പോരാത്തതിന് ഈ അങ്കിളാണെങ്കിൽ ഇവന്മാരെ വെളിയിൽ കിടത്താനായിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്നോബോളും ഡെയ്സി ആവട്ടെ അവള് പറഞ്ഞ ആ ഒരു സർക്കസ് കൂടാരത്തിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് ഇവർ ആ കുഞ്ഞു പുലിക്കുട്ടിയെ കണ്ടു. ഈ സർക്കസിന്റെ ഓണറായ സെർഗെ അതിനെ ഉപദ്രവിച്ച് കൂട്ടിലടച്ചിട്ട് അവനെ നോക്കാനായിട്ട് കുറെ ചെന്നായ്ക്കളെ ഏൽപ്പിച്ചു പോവാണ്. അവര് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെയ്സി പുലിക്കുട്ടന്റെ അടുത്തേക്ക് വന്നു. അന്നേരത്തെ നമ്മുടെ സ്നോബോൾ ആണെങ്കിൽ ഈ ഒരു ചെന്നായ്ക്കളെയൊക്കെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡെയ്സിയും സ്നോബോളും കൂടിയിട്ട് ഈ ചെന്നായ്ക്കളെ ഒരു വകയിലാക്കി. ഡെയ്സി ആവട്ടെ ഈ പുലിക്കുട്ടന്റെ കൂട് തുറക്കാനായിട്ടുള്ള കീയും കാര്യങ്ങളും ഒക്കെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നോബോളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവള് ഈ ഒരു പുലിക്കുട്ടനെ വെളിയിലേക്ക് എത്തിച്ചു. എന്നിട്ട് നമ്മുടെ ചെന്നായ്ക്കളെ ഒക്കെ അവിടെ ലോക്കാക്കി. ശരിക്കും ബ്രേവ് നമ്മുടെ ഡെയ്സി തന്നെ കേട്ടോ. അങ്ങനെ അവര് പോവാണ്. മാക്സ് ആണെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ലിയാമിന്റെ കൂടെ അല്ല കിടക്കുന്നത്. അതുകൊണ്ട് അവന് ഭയങ്കര പേടി. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഒരുമാതിരി ശബ്ദം കേൾക്കുന്നതും ലിയാമിന്റെ അടുത്ത് കിടക്കാത്തതും. അങ്ങനെ അവൻ പേടിച്ചറിണ്ടിരിക്കുമ്പോൾ ഒരു കുറുക്കൻ ഇവന്റെ അടുത്തോട്ട് വന്നു. റൂസ്റ്റർ വന്ന് ആ കുറുക്കനെ ഓടിച്ച് പട്ടിയാണെന്ന പേരല്ലേ ഉള്ളൂ, നിനക്ക് എല്ലാത്തിനെയും ഒടുക്കത്തെ പേടിയാണല്ലേ എന്ന് ചോദിച്ച് കളിയാക്കാണ്. ഇവിടെ ക്ലോയി ആവട്ടെ ഗിഡ്ജറ്റിന്റെ വിഷമം മനസ്സിലാക്കി അവള് പൂച്ചകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഗിഡ്ജറ്റിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂച്ചകൾ ഒരിക്കലും പന്തിന് പിറകെ ഓടാറില്ല. അതുപോലെ വീഴുമ്പോൾ 4 കാലില് വീഴുകയും ചെയ്യും. നടക്കുമ്പോൾ അങ്ങനെ ആടി ആടി നടക്കത്തില്ല. പതിയെ മന്ദം വേണം നടക്കാനായിട്ട്. പിന്നെ കിളികളെ തിന്നും, പ്രാണികളെ തിന്നും. അതുപോലെ യജമാന്മാരുടെ അടുത്ത് ഇങ്ങനെ തൊട്ടി ഉരുമിയിരിക്കും. അങ്ങനെ എന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഇവിടെ നമ്മുടെ ഡെയ്സിയും സ്നോബോളും ആവട്ടെ പുലിക്കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. പക്ഷെ അതിനെ എവിടെ താമസിപ്പിക്കും? അതോർത്തപ്പോ സ്നോബോൾ പറഞ്ഞു ഒരു വഴിയുണ്ട്. എന്നിട്ട് പോപ്സ് ഉണ്ടല്ലോ, പോപ്സിന്റെ അടുത്തേക്ക് പോയി. പോപ്സ് ആണെങ്കിൽ ഇപ്പൊ കുഞ്ഞു പട്ടികൾക്ക് നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്നോബോൾ തൽക്കാലത്തേക്ക് ഈ പുലിക്കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കാമോ, ഇതും ഒരു കുഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഴ്സറി പപ്പീസ് ആണെങ്കിൽ പോപ്സ് അങ്കിൾ ഞങ്ങൾക്ക് ആ പുലിക്കുഞ്ഞിനെ ഫ്രണ്ടായിട്ട് വേണം എന്ന് വാശി പിടിക്കാൻ തുടങ്ങി. മറ്റൊരു വഴിയില്ലാതെ ഒരു ദിവസത്തേക്ക് പുലിക്കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കാമെന്ന് പോപ്സ് പറയാണ്. വളരെ ഉപകാരമുണ്ട് പോപ്സേ എന്നും പറഞ്ഞ് സ്നോബോളും ഡെയ്സിയും ഒക്കെ പുള്ളിക്കാരനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. പിറ്റേ ദിവസം സർക്കസിൽ വന്ന സെർഗെ പുലിക്കുട്ടിയെ കാണാതായത് കണ്ട് ഈ ചെന്നായ്ക്കൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഡെയ്സിയുടെ മുടിയിൽ കെട്ടുന്നത് അവിടെ കാണുന്നത്. അങ്ങനെ ഈ ചെന്നായ്ക്കളെ മണപ്പിച്ച് അവരെ പിടിച്ചോണ്ട് വാ എന്ന് നമ്മുടെ സെർഗെ ആജ്ഞാപിക്കുകയാണ്. അപ്പൊ തന്നെ ഇവന്മാര് സിറ്റിയിലേക്ക് വണ്ടി വിട്ടു. ഇന്നേരത്തെ നമ്മുടെ ലിയാം കഥ വായിക്കുന്നുണ്ട്. അപ്പൊ ഒരു കൊലപാതകം നടക്കുന്ന കഥയാണ് ആ കുഞ്ഞു വായിക്കുന്നത്. അത് കാണുമ്പോൾ മാക്സ് ആ ബുക്ക് അടച്ചു വെച്ചു. റൂസ്റ്റർ ആണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആ കുഞ്ഞിന് ഈ കഥ വായിച്ചിട്ട് പേടി വരുന്നില്ലല്ലോ, നീയാണ് ഓവർ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കാണ്. ഇന്നേരത്ത് നമ്മുടെ ഗിഡ്ജറ്റ് ആവട്ടെ പൂച്ചയായിട്ട് ഇപ്പോ അഭിനയിക്കാനായി ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കുന്നു. കൂടെ ഹെർമൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വലിയ പൂച്ചയുടെ അടുക്കലിരിക്കുന്ന ഈ ബോൾ ഇവൾ എടുത്തു. പക്ഷെ പൂച്ചകളെല്ലാം ഇവൾക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴാണ് ഹെർമൻ ഒരു ലേസർ അടിക്കുന്നത്. അപ്പോൾ ഈ ലേസർ ഡോട്ട് പിടിക്കാനായിട്ട് പൂച്ചകൾ പോവല്ലോ. നമ്മുടെ ഈ ഗിഡ്ജറ്റ് ആണെങ്കിൽ ആ ലേസർ ഡോട്ട് തിന്നുന്ന പോലെ അഭിനയിച്ചപ്പോഴേക്ക് എല്ലാവരും അവളാണ് അവിടുത്തെ ക്യൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂസ്റ്റർ ആവട്ടെ ഈ ഫാമില് ഈ പശുക്കളെയും ആടുകളെയും പന്നികളെയും ഒക്കെ തന്നെ കൂട്ടിലാക്കുന്നുണ്ട്. ഇത് കണ്ട് മാക്സ് എനിക്കും ധൈര്യമുണ്ട് എന്നൊക്കെ കാണിക്കാനായിട്ട് ചെമ്മരിയാടും കൂടിനടുത്തേക്ക് പോയപ്പോൾ ആ ആടുകളാണെങ്കിൽ കൂടും പൊട്ടിച്ചൊരൊറ്റ പോക്ക്. റൂസ്റ്റർ അവരെയൊക്കെ അകത്തോട്ട് കയറ്റിയെങ്കിലും കൂട്ടത്തിലെ കോട്ടൺ എന്നു പേരുള്ള കുഞ്ഞു ചെമ്മരിയാട് കാട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ റൂസ്റ്റർ മാക്സ് നീയും എന്റെ കൂടെ വരണം എന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇവനാണെങ്കിൽ ഒടുക്കത്തെ പേടി. അങ്ങനെ കോട്ടനെ ഇവർ കണ്ടെത്തി. ഒരു പാറയിടുക്കില് ചാഞ്ഞു കിടക്കുന്ന മരത്തിന് പൊക്കത്തിരിക്കായിരുന്നു നമ്മുടെ കോട്ടൺ. എനിക്ക്
വെയിറ്റ് കാരണം ആ മരത്തിൽ കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ വേണം മാക്സ് അവളെ പോയി രക്ഷപ്പെടുത്താൻ എന്ന് റൂസ്റ്റർ പറയുമ്പോൾ, സത്യം പറയാലോ എൻ്റെ പൊന്നണ്ണ, എനിക്ക് ഒടുക്കത്തെ പേടിയാ എന്ന് മാക്സ് പറയാണ്. നീ ഒരേ ഒരു തവണ എനിക്ക് പേടിയില്ല എന്ന് സ്വയം പറഞ്ഞ് അങ്ങ് പോയി നോക്കാം, നിന്റെ പേടിയൊക്കെ പമ്പ അടക്കും എന്ന് പറഞ്ഞ റൂസ്റ്റർ അവനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവിടേക്ക് വിട്ടു. അങ്ങനെ മാക്സ് പോലും ചിന്തിക്കാതെ നമ്മുടെ കോട്ടനെ മാക്സ് ആണ് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. റൂസ്റ്റർ പക്ഷേ അതിനെ അവനെ അഭിനന്ദിക്കുന്നൊന്നുമില്ല, കാരണം ഒരു ഗാർഡ് ഡോഗ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് നമ്മുടെ റൂസ്റ്ററിന്റെ മനസ്സിലുള്ളത്. അങ്ങനെ റൂസ്റ്റർ മാക്സിനെ ഡ്യൂക്കിന്റെ അടുക്കാലാക്കി കൊടുക്കുകയാണ്. ഇന്നേരത്ത് ഡെയ്സി ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോട് ഞാനും സ്നോബോളും പോയിട്ട് ദേ ആ പുലിക്കുട്ടിയെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോഴേക്ക് ആ ചെന്നായ്ക്കള് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഇവളോടടാ ഓട്ടം, ഇവൾക്ക് എങ്ങോട്ട് ഓടണം എന്നറിയത്തില്ല, എവിടെ പോയാലും ഈ ചെന്നായ്ക്കള് പിറകെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്നോബോളിന്റെ അടുത്തേക്ക് നമ്മുടെ ഡെയ്സി വന്ന് കാര്യം പറയാണ്. ഇന്നേരത്ത് സ്നോബോൾ ആണെങ്കിൽ മറ്റൊരു പ്രശ്നത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോപ്സ് പുലിക്കുട്ടിയെ ഇവന്റെ അടുത്ത് തിരികെ കൊണ്ടുവന്നാക്കി കൊടുത്തു. അങ്ങനെ ആരും ഇല്ലാത്ത മാക്സിന്റെ അപ്പാർട്ട്മെന്റിൽ തൽക്കാലത്തേക്ക് ഈ പുലിക്കുട്ടിയെ നമ്മുടെ സ്നോബോൾ ആക്കുകയാണ്. രാത്രിയിലെ റൂസ്റ്ററിനടുത്തേക്ക് നമ്മുടെ മാക്സ് വരുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം മാക്സിന് റൂസ്റ്ററിനോട് വലിയ ആരാധനയാണ്. അവന്റെ ഉള്ളിൽ മറഞ്ഞു കിടന്നിരുന്ന ആ ഒരു ബ്രേവ്നെസ്, ആ ഒരു ധീരത പുറത്തെടുത്തത് റൂസ്റ്റർ ആണല്ലോ. പോരാത്തതിന് നാളെ മാക്സ് പോവുകയും ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം മാക്സും കുടുംബവും തിരികെയുള്ള യാത്രയിലാണ്. റൂസ്റ്റർ അവന്റെ കഴുത്തിൽ കെട്ടുന്ന ടൈല് ഒരെണ്ണം മാക്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരോടും ഒരു ഇമോഷൻ ഇല്ലാത്ത റൂസ്റ്ററിന് മാക്സിനെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവര് വീട്ടില് തിരികെ എത്തി. ഇവരുടെ ഈ റൂമിലായിരുന്നു സ്നോബോൾ ആ പുലിക്കുട്ടിയെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാക്സ് ഒരു അനക്കം കേട്ട് നോക്കുമ്പോൾ സ്നോബോൾ പുലിക്കുട്ടിയെ കൊണ്ട് തിരികെ പോവാണ്. അന്നേരത്താണ് ഡെയ്സി വന്നിട്ട് ദേ ആ ചെന്നായ്ക്കൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. മാക്സിന് കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ മാക്സ് നേരത്തെ കിട്ടിയ ആ ഒരു ധൈര്യം കാരണം ഇവന്മാരെ നേരിടാമെന്നും പറഞ്ഞു പോയി നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. അപ്പോഴേക്ക് നമ്മുടെ സ്നോബോളും ഡെയ്സിയും ഈ ഒരു പുലിക്കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിനും തോന്നി ശരിയാണ് ഇയാളുടെ അടുക്കൽ നിന്ന് ഈ പുലിക്കുട്ടിയെയും അതുപോലെ ഡെയ്സിയും ഒക്കെ രക്ഷപ്പെടുത്തണമെന്ന്. അങ്ങനെ അവർ പോയ വഴിയെ തന്നെ സ്നോബോളിന്റെ കൂടെ മാക്സും ദേ ഒരു കുഞ്ഞു വണ്ടിയില് യാത്ര തിരിച്ചിരിക്കുകയാണ്. കൂടാതെ ഗിഡ്ജറ്റ് എന്ന പൂച്ച മഹാറാണിയോട് വിളിച്ച് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നും പറയുന്നു. അങ്ങനെ അവിടെയുള്ള ആ കാറ്റ് ലേഡിയെ ഭക്ഷണം വാങ്ങാൻ എന്ന വണ്ണം പുറത്തേക്ക് എത്തിച്ച ഈ പൂച്ചക്കുട്ടന്മാര് ഇവരെ സഹായിക്കാനായി വരുന്നുണ്ട്. ഇന്നേരത്തെ സെർഗെ ആവട്ടെ ഈ പുലിയേയും കൊണ്ട് ഒരു സർക്കസ് ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. മാക്സും സ്നോബോളും ചാടിപ്പിടിച്ച് ഈ ഒരു ട്രെയിനിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവന്മാര് ഇതിനടുത്തേക്ക്, അതായത് ഈ പുലിക്കുട്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്ക് അവിടെയാണെങ്കിൽ ഈ സെർഗയുടെ ആ കോന്തൻ കുരങ്ങനുണ്ടായിരുന്നു. അങ്ങനെ ഈ കോന്തൻ കുരങ്ങനെ നമ്മുടെ സ്നോബോളും ഡെയ്സിയും കൂടി നേരിട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഈ കുരങ്ങനെ ആണെങ്കിൽ ഇവർ രണ്ടും കൂടി വാണം കൊളുത്തി മേപ്പോട്ട് ഒറ്റ വിടല്. ഈ കുരങ്ങ് വന്ന് കറക്റ്റായിട്ട് വീഴുന്നത് മാക്സിന്റെ മണ്ടയ്ക്കും. അങ്ങനെ ട്രെയിനിന് മുകളിൽ ഉണ്ടായിരുന്ന നമ്മുടെ മാക്സ് ആവട്ടെ ഈ കുരങ്ങിന്റെ കൂടെ നേരെ ട്രെയിനിന്റെ വെളിയിലേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. ട്രെയിനെ ഷടപടേ സ്പീഡിൽ മുന്നോട്ടും പോകുന്നുണ്ട്. ആ കുരങ്ങും താഴെയാണ്, മാക്സും താഴെയാണ്. മാക്സ് എന്തോ ചെയ്തു, തൊട്ടപ്പുറത്തൊരു തുരങ്കം കാണുന്നുണ്ട്. അവൻ അവിടേക്ക് ഓടിപ്പോയി. അങ്ങനെ കറക്റ്റ് ഈ ട്രെയിൻ വരുമ്പോഴേക്ക് അവൻ ഈ ട്രെയിനിന്റെ ചില്ലും പൊളിച്ച് അകത്തോട്ട് ചാടി. ലോക്കോ പൈലറ്റിന്റെ ഒപ്പം തന്നെ സെർഗയെ ഇരിപ്പുണ്ടായിരുന്നു. സെർഗയെ നമ്മുടെ മാക്സും സ്നോബോളും ഡെയ്സിയും എല്ലാവരും കൂടി കറക്റ്റ് അങ്ങ് പണിതു. അവസാനം ലോക്കോ പൈലറ്റ് എല്ലാത്തിനെയും വെളിയിലേക്ക് ഇറക്കി. കറക്റ്റ് സമയത്ത് ഗിഡ്ജറ്റും കാറ്റ് ലേഡിയും എല്ലാവരും വന്ന് സെർഗയ്ക്ക് വേണ്ട പണിയും കൊടുത്ത ഇവരെ എല്ലാവരെയും കാറിൽ കയറ്റിയിട്ട് നമ്മുടെ കാറ്റ് ലേഡി രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. സെർഗെ അങ്ങനെ ഈ സർക്കസ് കമ്പനി പൂട്ടി എന്നാണ് കേട്ട് കേൾവി. എന്തായാലും നമ്മുടെ കാറ്റ് ലേഡി ഈ ഒരു പുലിക്കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു കേട്ടോ. പിന്നെ കാര്യങ്ങളിലൊക്കെ വലിയ വ്യത്യാസം വന്നു. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ സ്നോബോൾ എന്നുള്ളത് ഇപ്പൊ ബാർബി സ്നോബോൾ ആണ്. മോളിക്ക് ഏറെ ഇഷ്ടം ഇപ്പൊ ബാർബി കാർട്ടൂൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ മാക്സിന്റെയും ഡ്യൂക്കിന്റെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലിയാമിനെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന ആ ഒരു ഓവർ പ്രൊട്ടക്ഷൻ ഒക്കെ പോയി. നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ആ ഒരു കാര്യം നേരിടുക എന്നുള്ളതാണല്ലോ വലിയ കാര്യം. അപ്പൊ ബ്രേവോട് കൂടിയിട്ട് ലിയാമിനെ ഒരു അപകടത്തിലും കൊണ്ടുപോയി ആക്കാതെ എന്നാൽ അവനെ ധീരനായിട്ട് വളർത്താൻ നമ്മുടെ മാക്സും ഡ്യൂക്കും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുകൂടി ആയപ്പോൾ ലിയാമിന് ഇവരോടുള്ള സ്നേഹം ഒരുപാട് കൂടുകയും ചെയ്തു. സോ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് സീക്രട്ട് ലൈഫ് ഓഫ് പെറ്റ്സ് 2 2019 പുറത്തിറങ്ങിയ ഈ സിനിമ അവസാനിക്കുന്നത്. കൂട്ടുകാരെ, നമ്മൾ ഇതിന്റെ ഫസ്റ്റ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു 2016 സീക്രട്ട് ലൈഫ് ഓഫ് പെറ്റ്സ്. ഇത് അതിന്റെ സെക്കൻഡ് മൂവിയാണ്.
ഫസ്റ്റ് മൂവിയിൽ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മാക്സിനെയും ഡ്യൂക്കിനെയും പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അടിപൊളി സിനിമയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാച്ച് ചെയ്യാം. ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ എന്തായാലും ഒരു ഇച്ചിരിയെങ്കിലും ധൈര്യം കാണുമല്ലേ. ആവശ്യ സാഹചര്യത്തിന് അത് ഉപകരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് കാര്യത്തിൽ നിന്നും പിന്മാറി ഇങ്ങനെ ഉൾവലിഞ്ഞ് നടക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും നമ്മൾ മുന്നിട്ടിറങ്ങണം. അങ്ങനെ ഒരു തവണയെങ്കിലും നമ്മൾ നമ്മുടെ പേടിയെ മറികടന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പേടി കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്രത്തോളം പിൻവലിഞ്ഞ് നിൽക്കുന്നോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു തവണ ഇല്ല ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, ഞാനതിനെ നേരിടും എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മുടെ ലൈഫിൽ എന്ത് തരം സിറ്റുവേഷൻ ആയിക്കോട്ടെ എത്ര ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നറിയോ. അപ്പോൾ കൂട്ടുകാരെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസ് കാർണിവൽ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം ആരും മറന്നേക്കരുത്. കൂട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. സോ നിങ്ങളുടെ പേരുകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോക്കിടയിൽ പറയണമെന്നുണ്ടെങ്കിൽ അതും കമൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. ടാറ്റാ ബൈ.